മാർക്കറ്റ് എക്കണോമി നമുക്ക് എക്കണോമിക് സിസ്റ്റത്തെ വിവിധങ്ങളായി തരംതിരിക്കാം. ഒന്നാമത്തത് മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസം എക്കണോമി എന്നുള്ളതാണ്. ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദ ബിസിനസ് യൂണിറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ പ്രൈവറ്റ്ലി ഓൺഡ് ആൻഡ് ഗവേൺഡ് ഈസ് കോൾഡ് ക്യാപിറ്റലിസം എന്ന് പറയുന്നു. പൂർണ്ണമായിട്ടും ഉൽപ്പാദന പ്രക്രിയയുടെ പ്രൊഡക്ഷനും അതിൻ്റെ വിതരണവും സ്വകാര്യ വ്യക്തികളിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റലിസം എന്നറിയപ്പെടുന്നത്. ഫ്രീ മാർക്കറ്റ് എക്കണോമി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഗവൺമെൻറ്റിൻ്റെ യാതൊരുവിധ ഇടപെടലുകളും ഇവിടെ ഉണ്ടാവുകയില്ല. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമി എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രത്യേകതകളാണ് പ്രൈവറ്റ് ഓണർഷിപ്പ്. ഒന്നാമത്തത് പ്രൈവറ്റ് ഓണർഷിപ്പാണ്. ഫ്രീ എൻ്റർപ്രൈസാണ്. അതായത് ആർക്കും എന്ത് ചെയ്യാം, പ്രൈവറ്റ് ഫേംസിന് എന്ത് ചെയ്യാം, റിസോഴ്സുകളൊക്കെ എന്ത് ചെയ്യാം, വാങ്ങാനും വാങ്ങി വെക്കാനും ഇതിനൊക്കെ സാധിക്കും. കൺസ്യൂമർ സോവറൈനിറ്റി, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, പ്രൈസ് മെക്കാനിസം ഒക്കെ ഉണ്ട്. സെക്കൻഡ് വൺ കമാൻഡ് എക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസം എക്കണോമി എന്നുള്ളതാണ്. അണ്ടർ ദി സോഷ്യലിസം എക്കണോമിക് സിസ്റ്റം all the economic activities of the country are controlled and regulated by the government in the interest of the public. സോഷ്യലിസത്തിൽ എല്ലാവിധ എക്കണോമിക് ആക്ടിവിറ്റികളും രാജ്യത്തുള്ളത് കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്? പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റാണ്. അതിനെയാണ് നമ്മളെന്ത് സോഷ്യലിസം എന്ന് വിളിക്കുന്നത്. അതൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസം ഉണ്ട്. അതായത് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഗവൺമെൻറ് ആയിരിക്കും. പക്ഷേ പീപ്പിൾ ഹാസ് ദ ഫ്രീഡം ഓഫ് ഒക്യുപ്പേഷൻ ആൻഡ് കൺസംഷൻ. ജനങ്ങൾക്ക് അതിൻ്റെ അവസരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഒക്യുപ്പേഷൻ്റെയും കൺസംഷൻ്റെയും. ടോട്ടലിറ്റേറിയൻ സോഷ്യലിസം, ദിസ് ഫോം ഈസ് നോൺ ആസ് കമ്മ്യൂണിസം. അണ്ടർ ദിസ് പീപ്പിൾ ആർ ഒബ്ലൈഡ് ടു വർക്ക് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് ദി ഗവൺമെൻറ്. ഈ പറയുന്ന കമ്മ്യൂണിസത്തിൽ, ടോട്ടലിറ്റേറിയൻ സോഷ്യലിസത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പീപ്പിൾസ് ആർ ഒബ്ലൈഡ് ടു വർക്ക് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് ദി ഗവൺമെൻറ്. പീപ്പിൾസ് കടമപ്പെട്ടിട്ടുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സോഷ്യലിസം എക്കണോമിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഗവൺമെൻറ് ഓണർഷിപ്പ് ആയിരിക്കും. സോഷ്യൽ വെൽഫെയർ, സാമൂഹിക ക്ഷേമമായിരിക്കും ലക്ഷ്യം, പ്രോഫിറ്റ് ആയിരിക്കില്ല. ഫിക്സേഷൻ ഓഫ് വേജസ് ആൻഡ് പ്രൈസസ്, ഓക്കെ, ഗവൺമെൻറ് ആയിരിക്കും അത് ഫിക്സ് ചെയ്യുന്നത്. ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. അബോളിഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ, തൊഴിലാളികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതി ഉണ്ടാവില്ല. അടുത്ത മിക്സഡ് എക്കണോമിക് സിസ്റ്റമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മിശ്രമായ രൂപമാണ്. പ്രൈവറ്റ് പബ്ലിക്കിൻ്റെയൊക്കെ സമ്മിശ്രമായിട്ടുള്ള രൂപമാണ് ഇന്ത്യയിലുണ്ട്. കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ഓർ മോർ കാറ്റഗറീസ്. Then interventional role of state, profit motive come social welfare, economic planning. So we are moving into the economic policy. Economic policy of a government plays a significant role in determining economic environment of a business in a country. Economic policies may or may not have favorable effect on business unit. The government may grant subsidies to one business to decrease the rate of excise or custom duty. Of government may increase the rate of custom duty another business. All the business enterprises frame their policies keeping in view the prevailing economic policies. ഫസ്റ്റ് വൺ, പ്രധാനമായി രണ്ട് പോളിസികളാണ് ഉണ്ടാവുക. ഒരുപാട് പോളിസികൾ ഉണ്ടെങ്കിൽ നമ്മളെ രാജ്യത്തെ സ്വാധീനിക്കുന്ന രണ്ടെണ്ണമാണുള്ളത്. ഒന്നാമത്തേതാണ് ഫിസ്ക്കൽ പോളിസി. This policy concerns itself with the aggregate effect on government expenditure and taxation on income, production and employment, deficit financing and management of public debts in an economy. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ ഓൺ ഇൻകം, പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഡെഫിസിറ്റ് ഫിനാൻസിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്. ഇറ്റ് മേ ബി ടേംഡ് ആസ് ബഡ്ജറ്ററി പോളിസി. ഫിസിക്കൽ പോളിസി എന്നുകൂടി വിളിക്കുന്നുണ്ട്, ബഡ്ജറ്ററി പോളിസി എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ വരുമാനവും അവരുടെ ചെലവുകളെയും രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി വർക്ക്സ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ആൻ എക്കണോമി, സൊസൈറ്റി, ഗ്രോത്ത് ഓഫ് കൺട്രി. Famed as government of a country, fiscal policy and monetary policy are closely interrelated, therefore should be pursued to coordination with each other. Fiscal policy brings about the changes in money supply through budgetary deficit or excessive fiscal deficit requires control of inflation, those monetary policies.
Fiscal policy of very low deficit enables a liberal monetary policy. Fiscal policy of very low deficit enables liberal monetary policy. Okay. Objectives of fiscal policy. Fiscal policy was implemented for promotion of import and export of trade. രാജ്യത്തെ ഇറക്കുമതി കയറ്റുമതിയെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ പോളിസി ഉണ്ടായിട്ടുള്ളത്. ഫിസിക്കൽ പോളിസി വാസ് ഫോർമുലേറ്റഡ് ടു ബ്രിങ് പ്രൈസ് സ്റ്റെബിലിറ്റി ടു കൺട്രോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇത്. നാഷണൽ ഇൻകം പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ആൻ എക്കണോമി. ഫിസിക്കൽ പോളിസി ഹെൽപ്സ് ടു ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഓഫ് ദി കൺട്രി. ഫിസിക്കൽ പോളിസി എന്ത് ചെയ്യുന്നുണ്ട്? രാജ്യത്തെ നാഷണൽ ഇൻകം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഫിസിക്കൽ പോളിസി എംഫസൈസസ് ഓൺ എക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഒരു രാജ്യത്തെ വരുമാനത്തെയും വെൽത്തിനെയും എന്ത് ചെയ്യുന്നു? തുല്യമായ രീതിയിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ഫിസിക്കൽ പോളിസി റെഡ്യൂസസ് ദ ഡെഫിസിറ്റ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോളിസിയാണ് മോണിറ്ററി പോളിസി എന്നറിയപ്പെടുന്നത്. ദ പോളിസി റെഫേഴ്സ് ടു ദ പോളിസി റിഗാർഡിംഗ് ദ മണി സപ്ലൈ ആൻഡ് ബാങ്ക് ക്രെഡിറ്റ് ഓഫ് ദി കൺട്രി that is taken by the Reserve Bank of India, Central Bank of India. The monetary policy was announced and created per year, during a year, several times during a year by the Reserve Bank of India in India. Reserve Bank of India is the Central Bank of India. Okay. Objectives of monetary policy. Accelerating economic growth so as to raise the national income, one of the main objectives of the monetary policy. Monetary policy provides stability in exchange rate. Price stability is a major objective of monetary policy. A high degree of inflation has adverse effect on the economy. It promotes skill payment system, collection of saving of society and expansion of saving amount. നെക്സ്റ്റ് വൺ ആദ്യം പറഞ്ഞാൽ നമ്മൾ പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആണ്. ദെൻ വി ആർ മൂവിങ് ഇൻ ടു ആദ്യം നമ്മൾ പറഞ്ഞ എക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്. ദെൻ വി ആർ മൂവിങ് ഇൻ ടു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പൊളിറ്റിക്സ് പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ബിസിനസ് വേൾഡ് വൈഡ്. മാനേജേഴ്സ് നീഡ് ടു നോ ദ ഇൻറ്ററാക്ട് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഗവൺമെൻറ് ആൻഡ് നോ ഹൗ ടു റിയാക്ട് ഇൻ കേസ് ഓഫ് കോൺഫ്ലിക്റ്റ്. റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ, പെർമിഷൻ ടു ഫോം, permission for registration, permission to incorporate a business. Next one, contract enforcement. Business contracts are very complex. Okay, the government enforces this contract. Consumer protection, employee protection, environmental protection. In those cases, government involved in business activities. Next one, legal environment. Legal environment means the rule or regulation which are framed to regulate the business laws formulated in every country. Rules and regulation. There are several kinds of acts also there, you know. Consumer Protection Act, one of them. Companies Act, Banking Regulations Act, etc. What do you mean by consumerism? It can be defined as organized effort by individual groups or government to help protect consumers from policies and practices that infringe consumer right to fair business practice. Okay. Consumer Protection Act, നമുക്ക് പറയാനുള്ളതാണ്. Consumer is the king, consumer is the key. To protect the consumers, a separate act is introduced. That is called the Consumer Protection Act 1986. Along with the Consumer Protection Act or COPRA, there are several other laws are introduced. First one, Agricultural Products Grading and Marketing Act 1937, Indian Standards Institution Certification Act 1952, the Prevention of Food Adulteration Act 1954, the Essential Commodities Act 1955, Trademarks and Merchandise Marks Act 1958, etc. Consumer Protection Act introduced in 1986 with a view to protect the consumers. Consumer Protection Act, one of the benevolent piece of legislation intended to protect a large body of consumers from exploitation, except Jammu and Kashmir. Okay, then
Main authorities under Consumer Protection Act is first one, Consumer Protection Council. There are three categories. First one, the Central Consumer Protection Council. Under the Act, Consumer Protection Council was established to form specific right to consumers. The Council of Government is known as Consumer Protection Council, Central Council. The minister in charge in the consumer affairs in the central government, who shall be the chairman. Such number of other officials and non-official members representing any interest are prescribed. 150 members in the council. Procedure for meeting: at least when necessary, at least one meeting in held every year. Okay. Then Central Council right to protect against the marketing of goods and services. Okay. Then State Consumer Council. State Consumer Council, the minister in charge of consumer affairs will be the chairman. Okay. Served officials and non-official not exceeding 10 members. Okay. Then District Consumer Protection Council was 2002, Consumer Protection Amendment Act 2002. The state government shall establish every district notification council, protection council. The district council consists of the collector of the district. The head of the district is the collector. So the collector of the district shall be the chairman of the District Consumer Protection Council. Okay. Then consumer disputes redressal agencies. It also has three levels. First one, district forum, section 10 to 15. A person who has been or is qualified to be a district judge, who shall be the president of Consumer Dispute Redressal Council. Okay. But not less than 5 years of age, 35 years of age, person's bachelor degree. Okay, then industry. State forum, High Court judge, National Supreme Court judge, etc. Okay, exceeding 1 crore national. Okay, then 25 lakh to 1 crore state. Below 25 lakh district forum. Next one, Foreign Exchange Management Act 1999. Foreign Exchange Management Act was amended by the earlier Act, Foreign Exchange Regulation Act 1973. FERA. FEMA introduced in 2000, 1st June 2000, effected in 2000. It was replaced by the FERA Act in 1973. FERA enacted in 1973 and it came to in force from 5th January 1974. FERA 1993 and replaced in 2000 by FEMA. Socio-cultural factors and their influences: changing preferences, demographic changes, internal environment, advertising techniques. Next one, corporate social responsibility. CSR is an extended model of corporate governance based on the fiduciary duties to all these firms and shareholders. It is about how companies manage the business process to produce an overall positive impact on the society. It is the responsibility of corporation to go above and beyond what the law requires them to do. It is the responsibility of corporations to contribute to a better society and cleaner environment. Goals of corporate social responsibilities: eradicate extreme poverty, achieve universal primary education, proper gender equality and women empowerment, reduce child mortality, ensure environmental sustainability, develop a global partnership. Benefits of CSR: it increases employee loyalty and retention in the organization. It increases quality of products and services. It also attracts customers and hence makes them loyal. It increases the reputation and brand image of the organization. It reduces regulatory oversight. It makes access to capital and market. It has less volatile stock value. Okay.
India is the first country in the world to make the corporate social responsibility mandatory. In 2013 Companies Act, April 2016, business can invest in their profit such eradicate education, poverty, gender equality, hunger and sector 135.1 subsection 1 of the Companies Act 2013 provides for the trigger point for the adaptability of CSR provisions as constitute in the CSR committee. Okay, net worth 500 crore, turnover 1000 crore, net profits 5 crore. These are the major elements related to the business environment.